നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നത്തിന് അഭിമാനം. ചിറക്കടവ് കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചു. പൊൻകുന്നത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം രമ്യമായി പരിഹരിക്കപ്പെടണമെന്ന് ജോസ് കെ മാണി എം.പി. വിവാദങ്ങൾ മുഖവിലക്കെടുക്കേണ്ട. നാട്ടകത്ത് ലീഗൽ മെട്രോളജി ഭവനും ലബോറട്ടറി കോംപ്ലക്സും പ്രവർത്തനം തുടങ്ങി. ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം വീണ്ടും പ്രവർത്തനം തുടങ്ങണമെന്നാവശ്യം. കാത്ത് ലാബിലെ ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ പൊടിപിടിച്ചു. വാർത്തകൾ വിശദമായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മാർക്കറ്റിംഗ് കോംപ്ലക്സ് പൊൻകുന്നത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ പണികൾ പൂർത്തീകരിച്ചു. നബാർഡിന്റെയും പഞ്ചായത്തിന്റെയും തനത് ഫണ്ട് ചേർത്ത് 5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണിതത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് മന്ത്രി മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ പണികളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. 33 ലക്ഷം രൂപ ചെലവഴിച്ച് MCF നിർമ്മിച്ചതിനും ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തിയാക്കിയതിനും മന്ത്രി അഭിനന്ദനം അറിയിച്ചു. ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് ഒരു 50 ആളുടെ കാര്യത്തിൽ പറയുന്ന 50 വാചകം ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങളുടെ കാര്യം ആ സമയം കൊണ്ട് പറയാമായിരുന്നു. ഇതിൽ മന്ത്രി മുതലുള്ള ആളുകൾ തൊട്ട് അവസാനം സെക്രട്ടറി വരെയുള്ളവരുടെ പേരൊറ്റ എനിക്ക് പറയാം. എത്രയും പേരുള്ള സ്ഥിതിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഭാവിയിൽ സ്വാഗത പ്രസംഗം ക്രമീകരിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ തന്നു എന്ന് മാത്രമേ. അപ്പോൾ വികസന പ്രവർത്തനം കുറച്ചുകൂടി പറയാം. അദ്ദേഹത്തിന് മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി അഭിമാനത്തോടെ ചുമതല ഒഴിയുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേക അഭിനന്ദനം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് കേമാണ്, ഗംഭീരാണ്. അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള കാര്യം MCF നിങ്ങൾ നല്ലതൊന്നും ഉണ്ടാക്കി എന്നുള്ളതാണ്. പ്രസിഡന്റ് അവകാശപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ MCF എന്നാണ്. എത്ര സ്ക്വയർ ഫീറ്റ്? 3000 സ്ക്വയർ ഫീറ്റ്. എനിക്കറിയില്ല ബാക്കി കോട്ടയം ജില്ലയിലെല്ലാം അതിൽ കുറവാണോ എന്നുള്ളത്. പ്രസിഡന്റ് അത് പറയുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയ MCF വേറെ ഉണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തൊരു MCF 4865 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു MCF 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല MCF ആണ്. എത്ര പൈസ ചിലവായി? 33 ലക്ഷം. അതിന് പ്രത്യേകം അഭിനന്ദനം MCF ഉണ്ടാക്കിയതിന്. പൊൻകുന്നത്തിന്റെ അഭിമാനമായി മാറാൻ ഷോപ്പിംഗ് കോംപ്ലക്സിന് കഴിയട്ടെ എന്ന് അധ്യക്ഷത വഹിച്ച ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജു പറഞ്ഞു. പഞ്ചായത്തിന്റെ ഏറ്റവും ചങ്കായ ഹൃദയത്തിന്റെ ഭാഗമായ ഒരു സ്ഥലത്ത് അത് പൂർത്തീകരിച്ച് ഇവിടെ കുറച്ചുകൂടെ സ്ഥാപനങ്ങളുമെല്ലാം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം. ഏതായാലും പഞ്ചായത്ത് വളരെ താല്പര്യപൂർവ്വം അത് പൂർത്തീകരിക്കാൻ മുൻകൈയെടുത്തു. ഇന്ന് മനോഹരമായ ഒരു കെട്ടിടം ഇതിനകത്ത് ഇന്ന് നമ്മുടെ ഈ പൊൻകുന്നത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആന്റണി മാർട്ടിൻ, സുമേഷ് ആൻഡ്രൂസ്, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പാമ്പൂരി, B. രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം രമ്യമായി പരിഹരിക്കപ്പെടണമെന്ന് ജോസ് കെ മാണി MP. മുഖ്യമന്ത്രിയുമായും വിദ്യാഭ്യാസ മന്ത്രിയുമായും ഇക്കാര്യം സംസാരിച്ചിരുന്നു. താമസിയാതെ പ്രശ്നം പരിഹരിക്കുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റും ആയുള്ള ഈ വിഷയം അത് രമ്യമായി പരിഹരിക്കപ്പെടും. അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ കേരള കോൺഗ്രസ് അത് മുൻകൈയെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും ചർച്ച നടത്തുകയും ഇതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടു.
കോട്ടയം നാട്ടകത്ത് ലീഗൽ മെട്രോളജി ഭവനും ലബോറട്ടറി കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി GR അനിൽ പറഞ്ഞു. കോട്ടയം നാട്ടകത്ത് ലീഗൽ മെട്രോളജി ഭവനും ലബോറട്ടറി കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉദ്ഘാടനം ചെയ്ത ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ പറഞ്ഞു. നാട്ടകത്ത് അളവും തൂക്കവും കൃത്യമെന്ന് ഉറപ്പാക്കുന്നതിനായി ജാഗ്രത എന്ന പേരിലും പെട്രോൾ ഡീസൽ ക്രമക്കേടുകൾ തടയുന്നതിന് ക്ഷമത എന്ന പേരിലും ആരംഭിച്ച പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയോ നിർദ്ദിഷ്ട പ്രഖ്യാപനങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി കൈക്കൊള്ളുന്നതിനായി ജാഗ്രത എന്ന പേരിലും പെട്രോൾ ഡീസൽ വിതരണ കേന്ദ്രങ്ങളിലെ കൃത്രിമങ്ങൾ കണ്ടെത്തുവാൻ ക്ഷമത എന്ന പേരിലും പരിപാടികൾ രൂപം കൊടുത്ത് ഭംഗിയായി പരിശോധനകൾ നടത്തുന്ന അനുഭവമാണ് കഴിഞ്ഞ നാളുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ലീഗൽ മെട്രോളജി കൺട്രോളർ J. കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, നഗരസഭാംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ, എബി കുന്നേപ്പറമ്പിൽ, സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ PK രാജേഷ് കുമാർ, ലീഗൽ മെട്രോളജി അഡീഷണൽ കൺട്രോളർ R. റീന ഗോപാൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, TN രാജൻ എന്നിവർ പങ്കെടുത്തു. MC റോഡരികിൽ 4 നിലകളുള്ള കെട്ടിടമാണ് വകുപ്പിനായി നിർമ്മിച്ചത്. ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാ ആസ്ഥാന ഓഫീസും അനുബന്ധ ഓഫീസുകളും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലബോറട്ടറി കോംപ്ലക്സും ഇവിടെ പ്രവർത്തിക്കും. നിലവിൽ തിരുനക്കരയിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഓഫീസുകൾ നാട്ടകത്തേക്ക് മാറ്റും. ഒക്ടോബർ അവസാനം ഓഫീസുകൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യം. വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഹൃദ്രോഗ വിഭാഗം നാളുകളായി പ്രവർത്തനരഹിതമാണ്. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യം. വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഹൃദ്രോഗ വിഭാഗം ക്രമേണ ഇല്ലാതാകുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ ഓരോരുത്തരെ പലപ്പോഴായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോയതിനെ തുടർന്നാണ് ഹൃദ്രോഗ വിഭാഗം നിലച്ചത്. കഴിഞ്ഞ വർഷം വരെ ആഴ്ചയിൽ ഒരു ദിവസം OP പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അതും നിലച്ചു. MP ഫണ്ട് ചെലവഴിച്ച് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എക്കോ മെഷീൻ പൊടി പിടിച്ചു കിടക്കുന്നു. മലയോര മേഖലയിൽ സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്ന ഏക ഹൃദ്രോഗ ചികിത്സാ വിഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചികിത്സ നിലച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചിലവേറിയ രോഗനിർണയ ചികിത്സാ വിഭാഗങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലായി രോഗികൾ. KM മാണി ധനമന്ത്രിയായിരുന്നപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വിപുലപ്പെടുത്തുന്നതിനായി കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്ത് ഇതിനായി പ്രത്യേക കെട്ടിടവും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കാത്ത് ലാബ് വന്നുമില്ല. ഉണ്ടായിരുന്ന OP വിഭാഗവും കൂടി ഇല്ലാതാവുകയും ചെയ്തു. കാത്ത് ലാബിന് മാത്രമായി നിർമ്മിച്ച കെട്ടിട ഭാഗം പൊടിപിടിച്ചു. ജനറൽ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. OP വിഭാഗമെങ്കിലും പുനരാരംഭിക്കണമെന്നും മാറ്റിക്കൊണ്ടുപോയ ഡോക്ടർ തസ്തികകൾ തിരികെ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻമാരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യവകുപ്പ് അധികൃതരോട് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി മുമ്പാകെ ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. സാധാരണക്കാരായ രോഗികളുടെ ചികിത്സാ സൗകര്യത്തെ കരുതി ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം പുനഃസ്ഥാപിക്കണമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. രോഗികളുടെ ഹൃദയവേദന ഹൃദയമുള്ളവർ കണ്ടറിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഹൃദയദിനം കൂടി കടന്നുപോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ KK റോഡിൽ 15-ാം മൈലിൽ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്തിരുന്ന വെയിറ്റിംഗ് ഷെഡ് തകർന്നു വീണു. വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി മാസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിനും നാഷണൽ ഹൈവേക്കുമാണ് പരാതി നൽകിയത്. ഫൗണ്ടേഷൻ ബലപ്പെടുത്താതെ കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. 12 അടിയോളം ഉയരമുള്ള പുറകുവശത്തെ കൽക്കെട്ടും ഇടിഞ്ഞു വീണിട്ടുണ്ട്. രാത്രിയായതിനാൽ വൻ അപകടം ഒഴിവായി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPക്കും UDFനും കനത്ത തോൽവിയുണ്ടാകുമെന്ന് ജോസ് കെ മാണി MP. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നും BJP മുന്നണിക്കും കനത്ത തോൽവി ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. പ്രാദേശിക വികസനവും അടിസ്ഥാന സൗകര്യ വിപുലീകരണവും മുഖമുദ്രയാക്കിയ LDF ഭരണത്തിന്റെ സ്വീകാര്യതയിൽ LDF സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രതിനിധി സമ്മേളനം കോട്ടയം KPS മേനോൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെതിരെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതൊഴിച്ച് ജനങ്ങളെ അണിനിരത്തി ഒരു സമരവും സംഘടിപ്പിക്കാൻ UDF-നോ BJP മുന്നണിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. അങ്ങനെയുള്ള ആ മേഖലകളിലും ഉള്ളവർക്ക് അത് ജില്ലയിൽ പോകണം എന്നുള്ളൊരാവശ്യം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിർത്തിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നേരിട്ട് ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ കാണുകയും അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ദീർഘമായി ഇതിൽ ചർച്ചകൾ നടത്തുകയും. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായി. വൈസ് ചെയർമാൻ തോമസ് ചാഴികാടൻ, MLA-മാരായ ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, നേതാക്കളായ സണ്ണി തെക്കേടം, വിജി M തോമസ്, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചെറുവള്ളി DVG LP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി SS അനന്തകൃഷ്ണൻ തന്റെ വീട്ടിലെത്തിയ തേളിനെ കുറിച്ച് സംയുക്ത ഡയറിയിൽ വിവരിച്ചത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് അനന്തകൃഷ്ണൻ. വ്യാഴാഴ്ച രാത്രിയാണ് അനന്തകൃഷ്ണന്റെ വീട്ടിൽ തേളെത്തിയത്. ഈ കാഴ്ച അനന്തകൃഷ്ണൻ ഭംഗിയായി സംയുക്ത ഡയറിയിൽ കുറിച്ചു. ക്ലാസ് ടീച്ചർ TC രശ്മി ഇത് കുഞ്ഞുലകം എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ചതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുഖം സാംസ്കാരിക പ്രതിരോധ വേദി വാഴൂരിൽ പ്രവർത്തനം തുടങ്ങി. വാഴൂർ ഏരിയയിലെ കൂട്ടായ്മ പ്രഭാഷകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുഖം സാംസ്കാരിക പ്രതിരോധ വേദിയുടെ വാഴൂർ ഏരിയയിലെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു സാംസ്കാരിക സംഗമം ഇളങ്കുളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഭഗവത്ഗീത എന്ന ബൈബിൾ ഖുറാനാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്നുവെച്ചാൽ ഭഗവത്ഗീത എന്ന പുസ്തകം വായിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇതിനർത്ഥമെന്നും VK സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ഭഗവത്ഗീത വായിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും വെറുപ്പുണ്ടോ? ഇല്ല. ഭഗവത്ഗീത വായിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ ആർക്കും വെറുപ്പില്ല. എന്നാൽ ഭഗവത്ഗീത ഖുറാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. സത്യത്തിൽ ഖുറാൻ എന്ന വാക്കിന്റെ അർത്ഥം വായിക്കപ്പെടേണ്ടത് എന്നാണ്. ഖുറാൻ എന്ന അറബി പദത്തിൽ അർത്ഥം വായിക്കപ്പെടേണ്ടത് എന്നാണ്. അപ്പൊ ഭഗവത്ഗീത വായിക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് ഭഗവത്ഗീത ഖുറാനാണെന്ന് പറഞ്ഞത്. കുറച്ചുകൂടി കടന്നാൽ ഭഗവത്ഗീത എന്ന ബൈബിള് ഖുറാനാണെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത എന്ന ബൈബിള് ഖുറാനാണ്. ബൈബിൾ എന്ന വാക്കിൽ പുസ്തകം എന്നാണ് ഹീബ്രു ഭാഷയിൽ. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം. മുഖം കൺവീനർ VP ശശി അധ്യക്ഷനായി. PN സോജൻ, B ശ്രീകുമാർ, ബാലഗോപാൽ, ജിസ് ജോസഫ്, സോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നെടുങ്കുന്നത്ത് വികസന സദസ്സ് നടത്തി. പ്രതിസന്ധികളെ തരണം ചെയ്ത് സംസ്ഥാന സർക്കാർ വികസനം സാധ്യമാക്കിയെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് വികസനം സാധ്യമാക്കിയെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ അടിസ്ഥാന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വികസന പദ്ധതികൾ നടപ്പാക്കി. നെടുങ്കുന്നത്ത് സമീപഭാവിയിൽ തന്നെ കളിക്കളം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ നമ്മൾ വലിയ ഗ്രാമം ഉണ്ടാക്കാൻ പോവാം. 1 കോടി രൂപ ആ സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ച് മാറ്റി മണ്ണ് മാറ്റി അവിടെ വലിയ ഗ്രാമമുണ്ട്. ഇനി ഘടകമില്ലാതെ പ്രധാനപ്പെട്ട വിഷയ ഗ്രാമമാണ്. കുട്ടികൾ കളിക്കട്ടെ, ലഹരിയിൽ നിന്നവരൊക്കെ മാറട്ടെ, ലഹരിയുടെ താല്പര്യത്തിൽ നിന്ന് മാറട്ടെ. അതിനുവേണ്ടി 1 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെയും സാങ്ഷനായിട്ടുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത S പിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ അവതരണം ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ജോസും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം സെക്രട്ടറി C ഷിജുകുമാറും നിർവഹിച്ചു. ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. മാലിന്യ സംസ്കരണ സംവിധാനം, പട്ടികജാതിക്കാർക്കായി ഇൻഫർമേഷൻ സെന്റർ, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ശുചിത്വവും മാലിന്യ സംസ്കരണവും ഉൾപ്പെടുത്തുക, ജലാശയങ്ങളുടെ ആഴം കൂട്ടൽ, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പദ്ധതികൾ
തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KN ശശീന്ദ്രൻ, പ്രിയ ശ്രീരാജ്, ജോ ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി LJ അലോഷ്യസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെച്ചൂർ പശു സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വൈക്കം ആറാട്ടുകുളങ്ങരയിൽ വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ തനത് സമ്പത്തായ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുന്തിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വൈക്കം ആറാട്ടുകുളങ്ങരയിൽ പ്രവാസി മലയാളി വ്യവസായി മുരളീധരൻ നായർ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് വെറ്ററിനറി സർവകലാശാലയിലെ ഒരു ഡോക്ടർ ശോശ മായിപ്പ് അവർ ജീവനം തന്നെ മാറ്റിവെക്കുകയും അവർക്ക് പത്മശ്രീ ലഭിക്കുകയും ചെയ്തു. ഇപ്പൊ എത്രമാത്രമാണ് കേന്ദ്ര സർക്കാർ നാടൻ പശുക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വെച്ചൂർ പശുക്കളുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം. അർബുദ രോഗം ബാധിച്ച് മരിച്ച മുരളീധരന്റെ ഭാര്യ ഗീതയുടെ സ്മരണാഞ്ജലിയായാണ് വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്. ആംറോ ഡയറീസ് എന്ന മാതൃസ്ഥാപനത്തിന്റെ കീഴിൽ തുടങ്ങിയ പ്രോജക്റ്റിൽ പാൽ ഉൽപ്പന്ന വിതരണവും സെന്റർ ഫോർ എക്സലൻസിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ആറാട്ടുകുളങ്ങരയിൽ നടന്ന ചടങ്ങിൽ വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ്, മുരളീധരൻ നായർ, സീന മുരളീധരൻ നായർ, അജിത് ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് വിഭാഗത്തിന് പുതിയ വാഹനം എത്തി. ജോസ് കെ മാണി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിനായി പുതിയ വാഹനം ജോസ് കെ മാണി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് ലഭ്യമാക്കി. വാഹന സൗകര്യം പരിമിതമായിരുന്നതിനാൽ കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിലെത്തി ചികിത്സിച്ചു നൽകുന്ന പദ്ധതി വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നുപോയിരുന്നത്. 250 പരം കിടപ്പ് രോഗികളാണ് പാലിയേറ്റീവ് വിഭാഗത്തിന് കീഴിലുള്ളത്. സ്വന്തമായി വാഹന സൗകര്യം ലഭ്യമായതോടെ രോഗികളെ തേടി ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വളരെ വേഗം എത്തുവാൻ സൗകര്യമായതായും എമർജൻസി റെസ്പോൺസ് ഹെൽത്ത് ടീം, ആരോഗ്യ ക്യാമ്പുകൾ, സെമിനാറുകൾ, മറ്റ് മീറ്റിംഗുകൾ, മരുന്ന് ശേഖരണം എന്നീ ആവശ്യങ്ങൾക്കും വാഹന സൗകര്യം തുണയാകുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ DP അഭിലാഷ് പറഞ്ഞു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർധന രോഗികൾക്ക് ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ കരുതലും സൗകര്യങ്ങളും ഇനിയും ലഭ്യമാക്കുമെന്ന് ജോസ് കെ മാണി MP അറിയിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് സർക്കാരിൽ നിന്ന് നമുക്ക് ബൃഹത്തായ പദ്ധതികളോടൊപ്പം തന്നെ ഇന്നും നമ്മൾ തന്നെ ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതാണല്ലോ വേണ്ടത്. ഏറ്റവും കൂടുതൽ ഇന്ന് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമായി ബന്ധപ്പെട്ടുള്ള സഹായം എത്തിക്കുക എന്നുള്ളത്. ആ രീതിയിൽ ഇന്ന് എല്ലാവരും ഇവിടെയുള്ള നഴ്സുമാരും ഡോക്ടേഴ്സും ജീവനക്കാരെല്ലാം ഒരു പരാതിയില്ലാതെ വളരെ നല്ല രീതിയിൽ രോഗികളെ പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും ഇന്ന് പാലിയേറ്റീവ് കെയർ എന്ന ഏറ്റവും പ്രയോജനകരമാകും എന്ന് ഞാൻ കരുതുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ BG ജോജോ, കൗൺസിലർമാർ, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, RMO ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നത്ത് ബി ഫിറ്റ് എന്ന പേരിൽ ഫാമിലി മൾട്ടി ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം തുടങ്ങി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ഇന്ദിരാജ് DS മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, വാർഡ് മെമ്പർ അമ്പിളി ശിവദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടോമി ഡൊമിനിക്ക തുടങ്ങിയവർ പങ്കെടുത്തു. KSEB ഓഫീസിന് സമീപം മാൾ 90 ഡിഗ്രി ബിൽഡിംഗിലാണ് സ്ഥാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നത്തിന് അഭിമാനം. ചിറക്കടവ് കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചു. പൊൻകുന്നത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് മന്ത്രി MP രാജേഷ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം രമ്യമായി പരിഹരിക്കപ്പെടണമെന്ന് ജോസ് കെ മാണി MP. വിവാദങ്ങൾ മുഖവിലക്കെടുക്കേണ്ട. നാട്ടകത്ത് ലീഗൽ മെട്രോളജി ഭവനും ലബോറട്ടറി കോംപ്ലക്സും പ്രവർത്തനം തുടങ്ങി. ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം വീണ്ടും പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം. കാത്ത് ലാബിലെ ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ പൊടിപിടിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.